കഴിഞ്ഞ 25-ന് ആലപ്പുഴയോട് ചേർന്ന തീരത്ത് 640 കണ്ടെയ്നറുകളുമായി പോയ കപ്പൽ മറിഞ്ഞത് വലിയ പ്രത്യാഘാതമാണ് തീരപ്രദേശത്തുണ്ടാക്കിയത്. കപ്പൽ മുങ്ങി കടലിൽ രാസപദാർത്ഥങ്ങൾ കലരുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്നാൽ കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ട എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കപ്പൽ കമ്പനിയായ MSCയിൽ നിന്ന് ഇൻഷുറൻസ് ക്ലെയിം നേടിയെടുത്താൽ മതിയെന്നാണ് നിലപാട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് കോൺഗ്രസ് നീക്കം. ഏത് കണ്ടീഷന്റെ പുറത്താണ് മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് സെക്രട്ടറിയും അതുപോലെ ചീഫ് സെക്രട്ടറിയും കൂടി തീരുമാനമെടുത്തത്? ഇവിടെ കപ്പൽ കമ്പനിയാണ് ഉത്തരം പറയിപ്പിക്കേണ്ടത് അവരെ കൊണ്ടാണ്. ആ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നു? കപ്പൽ കമ്പനി വിഴിഞ്ഞം തുറമുഖവുമായി നല്ല ബിസിനസ് ബന്ധവും യശസ്സുമുള്ള കമ്പനിയാണ്. അതിനാൽ ഇൻഷുറൻസ് തുക നേടിയെടുക്കുന്നതിന് പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് സർക്കാർ തീരുമാനം. അതേസമയം ബേപ്പൂർ തീരത്തെ അപകടത്തിൽ ആശങ്ക വേണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. നിലവിൽ കേരള തീരത്തേക്ക് എന്തെങ്കിലും തരത്തിൽ ഉള്ള ആഘാതം ഈ തീപിടിച്ച കപ്പൽ മൂലമുണ്ടാകും എന്ന വിവരം കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. അത്തരം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മുന്നറിയിപ്പ് നടപടികൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിക്കുന്നതായിരിക്കും. അടിയന്തര സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ യൂണിറ്റുകൾ സജ്ജമാണ്. 2 ആഴ്ചയ്ക്കിടെ രണ്ടാമത്തെ അപകടമാണ് സംസ്ഥാന തീരത്തുണ്ടായത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.